അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ നേരത്തെ ആദാബു ത്വആമിൻ്റെ ഭാഗമായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ പുതിയ അധ്യായം തുടങ്ങുകയാണ്. ആദാബു നിക്കാഹ്. നിക്കാഹിൻ്റെ അദബാണ് ഇനി നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത്. അൽ ബാബു സാനി അഷർ, 12ാമത്തെ ബാബ് ഫി ആദാബി നിക്കാഹി, നിക്കാഹിൻ്റെ അദബുകളെക്കുറിച്ചാണ്. ഇഹിയയിൽ നിങ്ങളുടെ കയ്യിലെ കിതാബിലെ 92ാമത്തെ പേജ് നോക്കുക. ആദാബു നിക്കാഹ് നമ്മളെ കൂട്ടത്തിൽ വിവാഹിതരാണ് കൂടുതലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവാഹിതരല്ലാത്തൊരു വളരെ കുറവായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ. അപ്പം എല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കുക നിക്കാഹൊക്കെ കഴിഞ്ഞിപ്പം ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണ്. കുറേ അദബ് പാലിച്ചതും പാലിക്കാത്തതും ഒക്കെ ഉണ്ടാവും. ഏതായാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇസ്ലാം വളരെ പവിത്രമായി കാണുന്ന ഒന്നാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈ വിവാഹബന്ധം എന്ന് പറയുന്നത്. വലിയ സ്നേഹത്തിലും സന്തോഷത്തിലും പരസ്പരം ഉൾക്കൊണ്ടും പരസ്പരം ബഹുമാനിച്ചുമൊക്കെ മുന്നോട്ട് പോകേണ്ട ഒരു പ്രധാനപ്പെട്ട ബന്ധമാണ് വിവാഹബന്ധം, ഈ രണ്ട് ഇണകൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശറഅ് അത്തരം കാര്യങ്ങൾക്ക് കുറേ അദബുകളും മര്യാദകളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ബന്ധം കാലാകാലം നിലനിൽക്കാനുള്ളതും ഒരർത്ഥത്തിൽ സ്വർഗം വരെ നീണ്ടുപോകാനുള്ളതുമായ ബന്ധമാണ്. ആ നിലക്കായിരിക്കണം ഭാര്യമാരുമായിട്ടുള്ള ബന്ധം, ഭാര്യയ്ക്ക് ഭർത്താവുമായിട്ടുള്ള ബന്ധം ഒക്കെ പറയുന്നത്. ഏതായാലും നമുക്ക് വിഷയങ്ങൾ തുടങ്ങാം. ഫി ആദാബി നിക്കാഹ്, നിക്കാഹിൻ്റെ അദബുകൾ. ആദ്യം പറയുന്നത് നിക്കാഹ് വേണോ വേണ്ടേ എന്നുള്ളതാണ്. അതൊരു ചർച്ചയാണല്ലോ. നിക്കാഹ് ചെയ്യലാണോ നല്ലത്, നിക്കാഹ് ചെയ്യാതിരിക്കലാണോ നല്ലത്? നിക്കാഹ് ചെയ്യുന്നതിൽ കുറേ ഗുണങ്ങളുണ്ട്, ചെയ്യുന്നതിൽ കുറേ അപകടങ്ങളുണ്ട്. ചെയ്യാതിരിക്കുന്നതിലും അങ്ങനെ തന്നെ ഗുണങ്ങളുണ്ട് അപകടങ്ങളുണ്ട്. അത് ഓരോരുത്തർക്കും അവരെ രീതി അനുസരിച്ച് ഏതാണോ പ്രശ്നമാകുന്നത് അതനുസരിച്ച് ചെയ്യുക. ഒരാൾക്ക് നിക്കാഹ് ചെയ്താലുള്ള ഗുണം കൂടുതൽ അനുഭവിക്കാൻ കഴിയും, അപകടം ഓന് തടുക്കാനും കഴിയും. ആയിക്കോട്ടെ, അവന് വിവാഹം ചെയ്യാം. അതല്ല, അപകടം ഒരിക്കലും തടുക്കാൻ കഴിയില്ല, അങ്ങനെയാണെങ്കിൽ വിവാഹം ചെയ്യണ്ട. ഇതിനൊക്കെ ന്യായങ്ങളുണ്ട് എല്ലാറ്റിനും. ഏവലം നീ മനസ്സിലാക്കുക. അന്നൽ ഉലമാ ഇഖ്തലഫു ഫീഹി, നിക്കാഹിൻ്റെ കാര്യത്തിൽ ഉലമാ ഭിന്നിച്ചു. നിക്കാഹാണോ അഫ്ളൽ, നിക്കാഹ് ചെയ്യാതിരിക്കലാണോ അഫ്ളൽ എന്നുള്ള കാര്യത്തിൽ ഭിന്നിച്ചു. ഹത്താ ദഹബ ബഅദുഹും, ചിലർ പറയുന്നു, ഇലാ അന്നഹു അഫ്ളലു മിനത്ത് തഖല്ലി ലിൽ ഇബാദ, നിക്കാഹ് ചെയ്യലാണ് അഫ്ളൽ മിനത്ത് തഖല്ലി ലിൽ ഇബാദ, ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നതിനേക്കാൾ. ഒരാളെ വിവാഹവും കാര്യമൊന്നും ചെയ്യാതെ ഒരു ബന്ധവുമില്ലാതെ ഫുള്ള് ഇബാദത്തിലായിട്ട് കഴിഞ്ഞുകൊണ്ടാണ്, അതിനേക്കാളും നല്ല വിവാഹം ചെയ്യലാണ് എന്നാണ് ഒരു പറ്റം പണ്ഡിതന്മാരെ വീക്ഷണം. അപ്പോൾ ഫുള്ളായിട്ട് വേറൊന്നുമായിട്ട് ബന്ധമല്ല, ഒരു ദുന്യാവിൻ്റെ ഒരു അലായക്കാവായ്പുമായിട്ടും ബന്ധമില്ലാതെ അവൻ മുഴുവൻ ഇബാദത്തിൽ മാത്രം കഴിച്ചു കൂട്ടുന്നു, വിവാഹമൊന്നും ചെയ്യണില്ല. അതിനേക്കാൾ നല്ലത് അങ്ങനെ വിവാഹം ചെയ്യലാകുന്നു. എന്നാൽ വഅ്തറഫ ആഖറൂന, മറ്റൊരു വിഭാഗം സമ്മതിക്കുന്നു, മറ്റൊരു വിഭാഗം ചെയ്യുന്നത് ബിഫദ്ലിഹി, നിക്കാഹിൻ്റെ ഫദ്ലൊക്കെ സമ്മതിക്കുന്നുണ്ട്. നിക്കാഹ് വലിയ പുണ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ വലാക്കിൻ ഖദിമു അലൈഹി തഖദ്ദമു അലൈഹി തഖല്ലി, അതിനേക്കാൾ അവർ തഖല്ലിയെ മുന്തിച്ചു. പക്ഷേ നിക്കാഹ് ഫദ്ലൊക്കെ ഉണ്ട്, പക്ഷേ നല്ലത് തന്നെയാണ്, ഇബാദത്തുമായിട്ട് കൂടുതലാണ്, നിക്കാഹിമേ കൂടുതലല്ല. ഇങ്ങനെയും സിദ്ധാന്തിച്ചവരുണ്ട്. അതും എപ്പം മാലം തത്തുഖ് നഫ്സുഹു ഇലൻ നിക്കാഹി, അവൻ്റെ മനസ്സ് നിക്കാഹിലേക്ക് ആഗ്രഹിക്കാത്ത കാലത്തോളം. അങ്ങനെ പൂതി ഉണ്ടെങ്കിൽ വേഗം പെണ്ണെട്ടണം. അല്ലാതെ നിക്കാഹ് ചെയ്യാൻ ഭയങ്കര പൂതിയുണ്ട്, അങ്ങനെ ഭയങ്കര ഇബാദത്ത് ഉത്തർക്ക്, ആ ഇബാദത്ത് ഒരിക്കലും നേരാവില്ല. ഇതൊക്കെയാണ് ഇത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് വിവാഹം ചെയ്യാൻ പോവുക. അപ്പം നിക്കാഹ് ചെയ്യലല്ല അത്തഖൽ, ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അഫ്ളൽ എന്ന് പറഞ്ഞവർ തന്നെ നിക്കാഹ് ഒരാൾക്ക് വല്ലാത്ത താല്പര്യമുണ്ടെങ്കിൽ നിക്കാഹ് ചെയ്യൽ തന്നെയാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. വദഹബ ബഅദുഹും, വേറെ ചില ഉലമാ പറയുന്നത് ഇങ്ങനെ, ഇലാ അന്നൽ അഫ്ളല ഫീ സമാനിന തർക്കുഹു, നമ്മളെ ഈ കാലത്ത് നല്ല പെണ്ണിട്ടാക്കലാണ്. ഈ കാലം എന്ന് പറഞ്ഞാൽ 2024 അല്ല കേട്ടോ. ഗസാലി ഇമാമാണ് ഈ ഗ്രന്ഥം ഉണ്ടാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാലത്തെ പറ്റിയാണ് പറഞ്ഞത്. ചിലവരങ്ങനെ പറയുന്നുണ്ട്, ഈ കാലത്തൊക്കെ ഇനി പെണ്ണിട്ടാക്കലാണ് നല്ലത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഗാലിബുൽ അക്സാബി മഹ്ദൂറത്തുൻ, അധിക തൊഴിലുകളും വിലക്കപ്പെട്ട തൊഴിലുകളാണ്. വ അഖ്ലാഖുൻ നിസായി മദ്മൂമത്തുൻ, പെണ്ണുങ്ങളെ സ്വഭാവമൊക്കെ മോശമാണ്. അപ്പം ഇവരൊക്കെ പോറ്റണമെങ്കിൽ തൊഴിൽ ചെയ്യണം. തൊഴിലൊക്കെ പലതും ഹറാമായ തൊഴിലേക്കാരുണ്ട്, അതൊക്കെ പ്രശ്നമാണ്. പെണ്ണുങ്ങൾ പൊതുവെ സ്വഭാവം മോശമായിരിക്കും, അതൊക്കെ ഇപ്പം സഹിക്കണം, അതൊക്കെ വേണം. അപ്പം അതൊന്നുമില്ലാതെ ഇബാദത്ത് കൊടുത്തിട്ട് വേറെ ആൾക്കാരെ ശല്യം ഉണ്ടാക്കരുത്, എൻ്റെ കാര്യമായിട്ട് നടക്കുകയാണ്, അങ്ങനെ നടന്നോട്ടെ എന്ന് പറഞ്ഞവരുമുണ്ട്. എന്നാൽ ഇസ്ലാം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ യദുല്ലു അല തർഗീബി ഫീഹി, ഇതിൽ താല്പര്യമുണ്ടാക്കുന്നതിന് തെളിവാണ്. നിക്കാഹ് ചെയ്യലാണ് നല്ലത് എന്ന് പറഞ്ഞല്ലോ, അതിന് തെളിവാണ്
അള്ളാഹു തആല പറഞ്ഞു അൻകിഹുൽ അയാമാ മിൻകും, നിങ്ങളിൽപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യുക എന്ന് അള്ളാഹു പറഞ്ഞു വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ. മുഅ്മിനീങ്ങൾ അള്ളാഹു തആല പ്രശംസിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞൊരായത്താണ്. വല്ലദീന ഒരു വിഭാഗമാണ് മുഅ്മിനീങ്ങൾ. അവർ പറയും റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ എന്ന് പറയും. പടച്ചോനെ, ഞങ്ങളെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണേ. അങ്ങനെ ദ്വാരക്കണമെങ്കിൽ ഭാര്യമാരും മക്കളും ഉണ്ടാകണ്ടേ? ഭാര്യമാരും മക്കളും ഇല്ലാതെ അവൻ വെറും അത്തഖല്ലീലിൽ ഇബാദത്തായിട്ട് പോയാൽ അവന് ഭാര്യമാരും മക്കളുണ്ടായാലും അവൻ എങ്ങനെ ദ്വാരക്കുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ദ്വാരക്കുന്നവരെ ഖുർആൻ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ വിവാഹം ചെയ്യണം, വിവാഹം ചെയ്യാനാണല്ലോ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുപോലെ നബിതങ്ങൾ പറഞ്ഞു അന്നിക്കാഹു സുന്നത്തി, നിക്കാഹ് എൻ്റെ സുന്നത്താണ്. ഫമൻ അഹബ്ബ ഫിത്രത്തി ഫല്യസ്തന്ന ബി സുന്നത്തി, എൻ്റെ ചര്യയെ, എൻ്റെ നടപ്പ് രീതിയെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ സുന്നത്തും അവൻ ശരിയാക്കി കൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിക്കാഹിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ്, ഓരോരോ തിയറികളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. എന്നാൽ എതിലും അതിന് തർഗീബ് അൻഹു, നിക്കാഹിന് താല്പര്യം ഇല്ലാതാക്കുന്നതിന് തെളിവാണ്. ഇതിപ്പോൾ നിക്കാഹ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉള്ളത് ഇമ്മന്ന് കിട്ടുന്നത്. ഇനി അടുത്തത് നിക്കാഹ് ഒരാൾ വേണ്ട, ഞാൻ നിക്കാഹ് ചെയ്യണില്ല എന്ന് വെക്കുകയാണ്. ഓനും അനുകൂലമായ തെളിവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖൗലുഹു ഖൈറുൻ നാസി ബഅദൽ മിഅത്തൈനിൽ ഖഫി മിഅത്തൈനി അൽ ഖഫീഫുൽ ഹാദ് അല്ലദീ ലാ അഹ്ല ലഹു വലാ വലദ്. നബി തങ്ങൾ പറഞ്ഞു ഖൈറുൻ നാസ് ബഅദൽ മിഅത്തൈൻ, 200 ശേഷം പിന്നെ ഖൈറായ ആൾ. ഒരു 200 കൊല്ലം കഴിഞ്ഞാൽ, നബി തങ്ങളെ കാലത്ത് പറയണം, ഒരു 10-200 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഖൈറായ ആൾ അൽ ഖഫീഫുൽ ഹാദ്, കനം കുറഞ്ഞ ആളാണ്, വലിയ തടിയൊന്നുമില്ല, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾ. അൽ ഹാദു അല്ലദീ ലാ അഹ്ല ലഹു വലാ വലദ, ഒരു പെണ്ണുങ്ങളും കുട്ടികളൊന്നുമില്ല. പെണ്ണുങ്ങളും കുട്ടികളൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കണ ഒരു സാധു മനുഷ്യൻ, ഓനായിട്ടും നന്നാകുക. കാരണം വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ഈ പെണ്ണ് അത് ഇത് അങ്ങനെ ജോലിക്ക് പോയാൽ ഇവർക്ക് തിന്നാൻ കൊടുക്കൽ, അങ്ങനെ പലയാതി ഷോലായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ പല കാര്യങ്ങളും വിഭാഗത്തുമായി ബന്ധപ്പെട്ട പലതും മുടങ്ങും. അതാണ് ആ പറയുന്ന വിഷയം. പിന്നെ മനുഷ്യന്മാർ കുറേ മോശമാവും. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഒന്നിക്കും നിൽക്കണ്ട, അപ്പം ഫുള്ള് അള്ളാഹുവിൽ മാത്രം ലയിച്ചുകൊണ്ട് ജീവിക്കുക എന്നൊരു ഹദീസുണ്ട്. അതുപോലെ വേറെ ഹദീസ് കാണാൻ എത്തിയലിനാസ് സമാനൻ, ഒരു കാലം മനുഷ്യന്മാർക്ക് വരും. ആ കാലത്ത് യക്കൂന് ഹലാഖുർ റജുലി അലാ യദി സൗജത്തിഹി, അന്നൊരു മനുഷ്യൻ്റെ നാശം നടക്കൽ ഓൻ്റെ ഭാര്യ വഴിയും അബവൈഹി, ഓൻ്റെ മക്കൾ വഴിയും വലതിഹി, ഓൻ്റെ കുട്ടികൾ വഴിയാണ്. മനുഷ്യനാകാട്ട് ജീവൻ പോവും. എന്തിൻ്റെ പേരിൽ? മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യക്കും തിന്നാൻ കൊടുത്തിട്ടും ഓൽക്ക് വേണ്ടിയ വാങ്ങിക്കൊടുത്തിട്ടും ഓലെ കുറ്റമാർച്ചരി കേട്ടിട്ടുമായിട്ട് മനുഷ്യനാണ് ജീവൻ പോകുന്നർത്ഥം. അങ്ങനത്തെ ഒരു കാലം വരും. യുഈറൂനഹു ബിൽ ഫഖർ, അവരെല്ലാവരും ഇവനെ ആക്ഷേപിക്കും ഫഖർ കൊണ്ട്. നമ്മളെ വാപ്പാൻ്റെ അടുത്ത് പൈസ ഇല്ല, എൻ്റെ പുതിയാപ്പളിൻ്റെ അടുത്ത് 5 പൈസ ഉണ്ടാവില്ല. അപ്പം ഇയാളെന്തെയും, ഇയാളടുത്ത് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. അത് ബാപ്പിയമ്മയെ ആക്ഷേപിക്കുന്നുണ്ടാവും, മോൻ്റെ അടുത്ത് ഒന്നിനും ചിലവാക്കാൻ പൈസ ഇല്ല, പണി ഉണ്ടാവില്ല, അങ്ങനെ അറിയും. മക്കൾ ഓൽക്ക് വേണ്ടത് കിട്ടാൻ ഞാൻ അപ്പം പൈസ ഇല്ലാത്ത വിഷയം പറയും. ഭാര്യയ്ക്ക് വേണ്ടത് കിട്ടാൻ ഞാൻ അപ്പം അതും കുറ്റം പറയും. അപ്പോൾ എല്ലാവരും കുറ്റം കേൾക്കേണ്ട ആളായി മാറി ഈ സാധു. കണ്ടില്ലേ? യുഈറൂനഹു ബിൽ ഫഖർ, ഫഖർ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കും. വയുക്കല്ലിഫൂനഹു, അദ്ദേഹത്തെ അവർ നിർബന്ധിപ്പിക്കും. മാലായത്തേക്കു, സാധിക്കാത്ത കാര്യം, ഓനോട് കഴിയാത്ത കാര്യം ഓൻ്റെ മേത്ത് വെച്ചിട്ടും അത് വേണം ഇത് വേണം, അങ്ങനെ ആക്കണം, ഞങ്ങൾക്ക് അവിടേക്ക് പോകണം ഇവിടേക്ക് പോകണം, മറ്റൊരുത്ത് വെള്ളാണാൻ പോകാണ്ട്, ഇവിടെ പ്രസവിച്ചോടത്ത് പോകാണ്ട്, ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് കല്യാണത്തിന് അവിടെ കൊടുക്കണം, അവിടെ കുടിക്കലിന് ഇന്നെ കൊടുക്കണം. ഇതൊന്നും ഈ സാധുവിന് കഴിഞ്ഞോളുന്നില്ല. പറഞ്ഞടങ്ങാറാക്കും, പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇതൊരു വല്ലാത്ത വിഷയമാണ്. ഇത് ഉമ്മത്തിൻ്റെ മേൽ വരാൻ പോകുന്നൊരു വിഷയമാണ്. എന്നിട്ട് ഫയദ്ഖുലുൽ മദാഖില, ഇവൻ പിന്നെ പല സ്ഥലത്തും പോയി കയറും. അല്ലത്തി യദ്ഹബു ഫിഹാ ദീനുഹു ഫയഹ്ലിക്കു, അങ്ങനെ അവൻ്റെ ദീൻ നശിച്ചു പോകും. അപ്പോൾ പിന്നെ ഇവരെ നിർബന്ധത്തിനൊക്കെ വഴങ്ങിയിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകും. അപ്പോൾ പിന്നെ ഹറാമും ഹലാലൊന്നും നോക്കൂല. കാരണം പൈസ ഉണ്ടാകണം, ഇല്ലെങ്കിൽ മക്കളെയും പെണ്ണുങ്ങളുടെ ജീവിച്ചാൽ പറ്റൂല. അപ്പോൾ എങ്ങനെ പൈസ ഉണ്ടാക്കേണ്ട വെച്ചാൽ ഏത് കോലത്തിനും പോയി പൈസ ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെ ആൾ നശിച്ചു പോകും. ഇതാണ് ഈ ഹദീസ് പറഞ്ഞ സംഗതി. അങ്ങനത്തെ ഒരു കാലം മനുഷ്യന് വരും. അതാണ് ഏറ്റവും മോശപ്പെട്ട കാലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വിവാഹത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റണം. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല, അധികം വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതൊന്നും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അടുത്ത അധ്യായം ഫസ്ലുൻ ഫീ ഫവായിദി നിക്കാഹി, നിക്കാഹിൻ്റെ ഉപകാരങ്ങളാണ് ഇനി പറയാൻ പോണത്. നമുക്ക് ഫവായിദ് നിക്കാഹും ഇനിയിപ്പോൾ നിക്കാഹിൻ്റെ അപകടങ്ങളും ഇനി പിന്നെ പറയും. നിക്കാഹ് ചെയ്താലുള്ള ഗുണങ്ങൾ. അപ്പോൾ ഈ ഗുണം അപകടമൊക്കെ നോക്കി നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. ഗുണം എന്താ വെച്ചാൽ ഹയ്യ കസീറത്തിന് കുറേ ഉണ്ട്. അപ്പം പിന്നെ അതിൽപ്പെട്ടതാണ് സ്വാലിഹായ മക്കളുണ്ടാവും. ആ ഗുണം നടക്കണം. മക്കളുണ്ടാവണം, സ്വാലിഹായ മക്കളുണ്ടാവണം, നല്ല കാര്യമാണ്. അത് നിക്കാഹിനോട് ഉണ്ടാവുള്ളൂ. മറ്റൊന്ന് കസ്റു ഷഹവത്ത്, അവൻ്റെ വികാരത്തെ ഒതുക്കാൻ കഴിയും.
മനുഷ്യ സഹജമാണ് വൈകാരികമായ ബന്ധമെന്ന് പറയുന്നത്. അതിന് മനസ്സിനൊരു മഹല്ല് വേണം. അതിനാണ് ഒരാണൊരു പെണ്ണ് വേണം, ഒരു പെണ്ണിനൊരാണ് വേണം, അല്ലെങ്കിൽ ഇത് നാട്ടുകാരുടെയൊക്കെ ഇറങ്ങും. അപ്പോൾ കസ്റു ഷഹവത്തിന് സാധ്യമാകുന്നു എന്നത് നിക്കാഹിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ തദ്ബീറുൽ മൻസിലി, മറ്റൊന്ന് വീട് നിയന്ത്രിക്കുക, അതൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. ഒരു വീട് നിയന്ത്രിക്കാൻ പറ്റുന്നു. കസ്റത്തുൽ അഷിറത്ത്, കുടുംബം വർദ്ധിക്കുന്നു. വസവാബൽ മുജാഹദ, അധ്വാനത്തിൻ്റെ കൂലി ഉണ്ടാകുന്നു. ഫിൽ ഖിയാമിൽ നഫഖത്തീം, അവരുടെ ചെലവിന് വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ട ഈ ആണുങ്ങൾ, അപ്പോൾ അതിൻ്റെ കൂലി കിട്ടും. അത് വേറൊരു ഭാഗത്താണ്. കുറേ കൂട്ടുകുടുംബങ്ങളുണ്ടാവും, വീട് നിയന്ത്രിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പലതും. ഇവിടെ ഫൈൻകാന്നിൽ വലത് സ്വാലിഹൻ, ഇനി കുട്ടി സ്വാലിഹായാലോ ലഹക്കഹു ബറക്കത്ത് ദുആഇഹി, ആ കുട്ടിൻ്റെ ദുആഇൻ്റെ ബറക്കത്ത് അതും മാതാപിതാക്കൾക്ക് കിട്ടും. അതും നിക്കാഹ് കൊണ്ട് കിട്ടുന്ന ഗുണമാണ്. നല്ല സ്വാലിഹായ കുട്ടി ഉണ്ടായാലും ആ കുട്ടിയുടെ വെച്ചിലായി പോവും. അതുപോലെ ദുആ അവരെ അതിൻ്റെ ബറക്കത്തൊന്ന് വേറെ തന്നെയാണ്. ഇനി വൈൻ തൗഫിയ, മരിച്ചാൽ കാനലഹു ഷഫിയൻ, ഈ സ്വാലിഹായ കുട്ടി ഇവൻ്റെ ശുപാർശകനാവും, സ്വാലിഹായ മകനാവും. അങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട്. അതൊക്കെ നിക്കാഹിൻ്റെ ഗുണങ്ങളാണ്. എന്നാൽ ആഫാത്തു നിക്കാഹി, നിക്കാഹിൻ്റെ ആഫത്തുകളോ, ഇതൊക്കെയാണ് നിക്കാഹിൻ്റെ ഗുണങ്ങൾ. എന്നാൽ നിക്കാഹിൻ്റെ ആഫത്തുകൾ എന്തൊക്കെ? അന്നഹു യസ്റു അലൈഹിൽ ഇൻഫാഖു മിനൽ ഹലാലി, ഹലാലിൽ നിന്ന് ചിലവഴിക്കാൻ അവൻ പ്രയാസപ്പെടും. കാരണം ഇവരൊക്കെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം, അതിന് ഹലാലായ പൈസ കിട്ടണം, ഹലാലായ സമ്പത്ത് വേണം. ഹലാലായ സമ്പത്ത് ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ പലയിടത്തുനിന്നുമായിട്ട് എങ്ങനെങ്കിലും ഉണർന്നിട്ടോ വിളിച്ചെറിച്ചിട്ടോ എന്തെങ്കിലും കാട്ടി പൈസ ഉണ്ടാക്കും. അത് പലതും ഹറാമാവും. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. അപ്പം ഹലാലായ സമ്പത്തിന് ചിലവഴിക്കുന്ന ഒരു പ്രയാസം വരും. ഹലാൽ തേടലും സംഗതി വാജിബായ കാര്യമാണ്. ഹലാലെ കൊടുക്കാവും, നിർബന്ധമാണ്. അത് ചിലപ്പോൾ പ്രയാസപ്പെടും. മാത്രമല്ല പോലെ അല്ലഹു അയ്ലൻ, മാത്രമല്ല ചിലപ്പോൾ അവനായേക്കാം യുക്കസ്സറു അനിൽ ഖിയാമി ബി ഹഖിഹ, പെണ്ണുങ്ങൾക്ക് കൊടുക്കേണ്ട ഹക്കിൽ പലരും വീഴ്ച വരുത്തിയേക്കാം. ശരിക്ക് ഇസ്ലാം പറഞ്ഞ രീതിയിൽ ഒരു ഭാര്യയോട്, ഒരു സ്ത്രീയോട് ചെയ്യേണ്ട കണ്ടമാന ബാധ്യത ഉണ്ട് പുരുഷന്. അത് നിർവഹിക്കാൻ പലപ്പോഴും കഴിയില്ല. പലപ്പോഴും വീഴ്ചകളുണ്ടാകും. മനുഷ്യ സഹജമാണ് അത്തരം കാര്യങ്ങൾ. ആ വീഴ്ചകൾ നടക്കുമെന്നത് ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ഫലഹാഹക്കും, അങ്ങനെ പെണ്ണിനോട് കൊടുക്കേണ്ട കുറേ ബാധ്യതകളുണ്ട്. വയൽസമഹു, കാരണം ആണിന് നിർബന്ധമാണ് ഹസനുൽ ഇഹ്തിമാൽ, നല്ല നിലക്ക് സഹിക്കുക. പെണ്ണിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഏത് പെണ്ണുങ്ങൾക്കും ഉണ്ടാകും, കുറച്ച് പ്രശ്നങ്ങളൊക്കെ വർത്തമാനത്തിലും കാര്യത്തിലും മറ്റുമൊക്കെ. അത് സഹിക്കേണ്ടി വരും. ഒരു റിഫ്ഖ് ബിന്ന, സ്ത്രീകളോട് അനുകമ്പ കാണിക്കണം. കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷനെ പോലെയല്ല. പല വിഷയത്തിലും സ്ത്രീ അല്പം പിന്നോട്ടായിരിക്കും. അത് പുരുഷൻ മനസ്സിലാക്കണം. അത് സഹിക്കേണ്ടി വരും. വഹാദാലായ ഖുവാലഹില്ല ലഖ്വിയ, നല്ല മനഃശക്തി ഉള്ളവർക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ. അപ്പം ഇതൊക്കെ സഹിക്കണം എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ സഹിക്കാൻ കഴിയാഞ്ഞാൽ വർത്താനാവും, പ്രശ്നമാവും, കച്ചറാവൊക്കെ ആവും. അപ്പം അതൊക്കെ നിയന്ത്രിക്കാനും സഹിക്കാനും ഒക്കെ സാധ്യമാവണം എന്നതാണ് ഇതിൻ്റെ ഒരു വിഷയം. വേറൊന്നുണ്ടല്ലോ, വമിനൽ ആഫാത്തിൽ അളീമത്തി, വലിയ സുയിപ്പ് എന്താ വെച്ചാൽ വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അൻ യകൂനൽ അഹ്ലു വൽ വലദു ശാഗലീന അൻ ദവാമി ദിക്രില്ലാഹി തആല, ഭാര്യമാരും മക്കളുമൊക്കെ സ്ഥിരമായി അള്ളാഹ്ക്ക് ദിക്റില്ല എന്നുള്ള വിഷയത്തിൽ നിന്ന് വിട്ടുകയാണ് ഏറ്റവും വലിയ പ്രശ്നം. വിവാഹം കഴിഞ്ഞ് പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, ഒരൊറ്റ ഒന്നും നേർക്ക് നിൽക്കുന്നവരില്ല. ഉദാഹരണം, പടച്ച റബ്ബിൻ്റെ മുമ്പിൽ കീഴ്പ്പെടുന്ന കാര്യത്തിൽ ഇവരൊക്കെ ബേക്കോട്ട. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. നല്ലക്ക് വിവാഹം ചെയ്ത് നല്ലതൊക്കെ ജീവിക്കണം, മക്കളൊക്കെ ഉണ്ടായി, എല്ലാ മക്കളും നല്ല സ്വാലിഹ്യങ്ങളായ കുട്ടികൾ, അതൊരു ഭയങ്കര റാഹത്താണ്. ഇത് ഭാര്യ ഈ കോലത്തിലാണ്, മക്കളും ഈ കോലത്തിലാണ്. ഓൾക്ക് ദിക്റുല്ലാഹിയുമായിട്ട് ഒരു ബന്ധവുമില്ല, അയിമന്ന് ഭയങ്കരമായിട്ട് അകലത്തിലാണ്. ഇതാണ് വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തിനാ പെണ്ണെട്ടി വെച്ചാൽ വല്ലാത്തൊരു ചോദ്യചിഹ്നമാണത്. അള്ളാഹു അത്തരം സംഘങ്ങളൊക്കെ നമുക്ക് കാക്കട്ടെ. വലിയൊരു വിഷയമാണ് ഇതൊക്കെ. സുലൂക്ക് ത്വരീഖിൽ ആഖിറ, ആഖിറത്തിൻ്റെ വഴി പ്രവേശിക്കുന്നതിൽ നിന്ന് വിട്ടിക്കുന്നവരായിട്ട് മക്കളും ഭാര്യമാരും മാറുക. അതുപോലെ അല്ലഹു യൂരിസുൽ ബുഖല ഫിൽ ഗാലിബ്, ഗാലിബിലും അത് ബുഖലിനെ ലുബ്ധതയെ ഉണ്ടാക്കി തീർക്കും. മൂലിക്കാത്ത് മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ മനുഷ്യനാകെ ലുബ്ധനായിട്ട് മാറും. പല നിലക്കുള്ള പ്രശ്നങ്ങളും അതിൻ്റെ പേരിൽ വരാൻ പോകുന്നുണ്ട്. അതാണ് ശരിക്ക് നിക്കാഹിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതില്ലാതാക്കാൻ നോക്കണം. ഇനി അപ്പോൾ വഖദ് നബ്ബഹ്നാക അനിൽ ഫവായിദി വൽ ആഫാത്തി, മുസന്നിഫ് പറയാണ്, നമ്മളിപ്പോൾ എന്നെ ഇതിൻ്റെ ഫായിദയും ആഫത്തും രണ്ടും പറഞ്ഞു തന്നു. നിക്കാഹിനുള്ള ഗുണം പറഞ്ഞു തന്നു, അതിൻ്റെ ആഫത്തും പറഞ്ഞു തന്നു. വഹുവ യഖ്തലിഫു ബിഖ്തിലാഫിൽ അശ്ഖാസി വൽ അഹ്വാൽ, അത് വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറും. എല്ലാവർക്കും ഈ ഗുണം ഉണ്ടായിക്കൊള്ളുന്നില്ല, എല്ലാവർക്കും ഈ ദോഷം ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില ആൾക്കുണ്ടാവും, ചിലർക്കുണ്ടാവില്ല. ചില സമയത്തുണ്ടാവും, ചില സമയത്തുണ്ടാവില്ല. അതുകൊണ്ട് ഫഖ്തബിർ ഹാലക്ക, നീ നിന്നെപ്പറ്റി പരിശോധിക്കുക. വഖ്തർ ലി നഫ്സിക മാ ഹുവ അഖ്റബു ലക ഇലാ ത്വരീഖിൽ ആഖിറ, ആഖിറത്തിലേക്ക് നിന്നെ അടുപ്പിക്കാൻ ഏറ്റവും നല്ലത് ഏതാണോ എനിക്ക് നല്ലത് തിരഞ്ഞെടുക്കുക. അത് ഓരോരുത്തരും സ്വയം തീരുമാനിക്കേണ്ടതാണ്. എനിക്ക് നല്ലത് ഏതാണ്, ഞാൻ വിവാഹം ചെയ്യലാണോ ചെയ്യാതിരിക്കലാണോ, എൻ്റെ ആഖിറ നന്നാവാൻ
വിവാഹം ചെയ്യലാണ് നല്ലത്, നാ വിവാഹം ചെയ്യണം. അല്ല, എൻ്റെ ആഖിറ നന്നാവാൻ വിവാഹം ചെയ്യാതിരിക്കണം നല്ലത്, നാ വിവാഹം ചെയ്യണ്ട. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ. അതാണ് ഈ വിവാഹം ചെയ്യലും ചെയ്യാതിരിക്കലും തമ്മിൽ ഉള്ള ഫളീലത്തിൻ്റെ, അതിൻ്റെ മെറിറ്റിൻ്റെ മാനദണ്ഡം ഈ പറഞ്ഞ കാര്യങ്ങളാണ്. തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇനി നമുക്ക് ഈ വിവാഹത്തിൻ്റെ സമയത്ത് പെണ്ണിനെ തിരഞ്ഞെടുക്കൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അടുത്ത ക്ലാസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.